ഹലോ, അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർ മല കയറാൻ പോവാണ്. അമ്മ ദേ അവിടെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ദേ ചായ കുടിക്കാനുള്ള ഒരു തത്രപ്പാടില്ല. ഞങ്ങൾ പൂജതേ പോകണം. മണിക്കുട്ടിയാണെങ്കിൽ ചേട്ടൻ റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ. ചേട്ടൻ നേരത്തെ ഇറങ്ങണം, നമുക്ക് ആദ്യം മല കയറണം എന്ന് പറഞ്ഞ ആളാണ്. ചേട്ടൻ റെഡിയാവാൻ ലേറ്റായി. ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അവർ പിന്നാലെ വരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ആദ്യം മലയാറ്റൂർ അവിടേക്ക് എത്തി. അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടു നമുക്ക് നല്ല രസം തോന്നില്ല, മേടിക്കാനൊക്കെ ആയിട്ട് തോന്നും. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പോകും. ചേച്ചിനെ കണ്ടില്ല, ഞാനൊന്ന് വിളിച്ചത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പാവം പറ്റിച്ചു വരുന്നത് ഞാൻ. പിന്നെ ഞങ്ങൾ അവസാനം മല കയറാൻ തുടങ്ങി. തുടക്കത്തിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. പകുതി എത്തിയപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവരെ കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ മലക്ക് പതുക്കെ കയറി ഇറങ്ങി, മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ചിലവരൊക്കെ കൈയൊക്കെ അവിടെ പൊളിച്ചു. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാൽ ഭയങ്കര തിരക്കൊന്നും പറയാനുമില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം മല കയറി അവസാനം മുകളിലെത്തി. സ്റ്റെപ്പിനോട് എത്തിയപ്പോൾ എല്ലാവർക്കും ക്ഷീണം. ചിലർക്ക് ചായ വേണം, ചിലർക്ക് ജ്യൂസ് വേണം, ചിലർക്ക് തണുത്ത വെള്ളം വേണം, അങ്ങനെയൊക്കെയായിട്ട്. ചേച്ചിയാണെങ്കിൽ എല്ലാവരും എത്തിയില്ലെങ്കിൽ നോക്കാം കേട്ടോ. അതിനുശേഷം എല്ലാവർക്കും ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ അതിനുള്ളൊരു പിടിവലി, എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാവരും പതുക്കെ ജ്യൂസ് കുടിച്ച്. ചേട്ടൻ പറഞ്ഞു മതി മതി, അതിന് കയറാം, ബാക്കി കയറാം, പള്ളിയിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചിരിക്കുക കേട്ടോ കുട്ടികളുടെ കയ്യിൽ നിന്ന്. പിന്നെ ചേട്ടൻ നോക്കി എല്ലാവരും എത്തിയിട്ടില്ലെന്ന്. അവസാനം ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്തൊക്കെ പോയി. കുട്ടികൾക്ക് എല്ലാവരും കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും നന്നായി പ്രാർത്ഥിച്ച് അവിടുത്തെ പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഞങ്ങൾ ആസ്വദിക്കാം. കുറേ പച്ചപ്പും ഹരിതാപവും അതൊക്കെ പതുക്കെ കണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ ആന കുത്തിയ പള്ളി കണ്ടു കേട്ടോ. സാധാരണ ആന കുത്തിയ പള്ളി ഇതാണ് ആന കുത്തിയ പള്ളി. അത് തുറക്കാറില്ല, പക്ഷെ അന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കയറി കണ്ടു. പിന്നെ ഞങ്ങൾ മല ഇറങ്ങി. പതുക്കെ ഇറങ്ങി, ഈ പറഞ്ഞ പോലെ കാല് ഭയങ്കര വിറയാണല്ലോ. പക്ഷേ ഞങ്ങൾ ഇറങ്ങി. അതിനിടയിൽ കൂടെ കുറേ കുരങ്ങന്മാരെയും കണ്ടു, കുറേ കുഞ്ഞു കുട്ടികളെയും കണ്ടു കേട്ടോ. അവർ കുറേ തല്ലുണ്ടാക്കണതും പിടിച്ച് വലിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പതിയെ നീങ്ങി. പിന്നെ ഞങ്ങളൊരു കാട് കാണാനാണ് പോയത്. അതിൻ്റെ ഉള്ളിൽ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ, 70 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നേരം കുറേ ആനകളെ കണ്ടു. പിന്നെ കുറച്ച് നേരം അവിടെ നടന്നു. പിന്നെ ആനകളുണ്ടായിരുന്നു, ഒരു 8-10 ആനകളെ കണ്ടു. കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഇവർക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലേ എന്ന് തോന്നിപ്പോയി അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് വേറെ എന്താ വേണ്ട, അവിടെ പാർക്ക് ഉണ്ടായിരുന്നു. അവർ പിന്നെ അതിൽ നല്ല കളിയായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് വന്നത്. അവിടെ കണ്ടില്ലേ പിടിവലിയാണ്, പൊട്ടിക്കുമെന്നൊരു പേടിച്ച് പോയി ഞങ്ങൾ. അതിനുശേഷം പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേച്ചിമാരും ചേട്ടന്മാരും കുട്ടികളും അവരൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാവരും വന്നത്. മലയാറ്റൂർ മല കയറാനുള്ള ചെറിയൊരു ട്രിപ്പും കൂടിയും ആയില്ലേ. അങ്ങനെ അവസാനം ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു.